ഒരാളുടെ മരണം അടുത്തോ ഇല്ലയോ എന്നറിയാനുള്ള ഒന്നാമത്തെ എളുപ്പവഴി, അത് വന്ന സമയം കറക്റ്റാണ്, അടയാളം പറയുന്ന സമയത്താണ് വന്നത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ബയാലു ശൈരിക ബഅദ സവാദി. ഇരിക്കണ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും തലയിലും താടിയിലും നോക്കണം. എല്ലാവരും തലയിലും താടിയിലും നോക്കണം. ഈ കറുത്ത രോമങ്ങൾക്ക് ഇടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ, നിന്റെയൊക്കെ തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നിന്റെ ഒടുക്കത്തെ പോക്കിന് സമയമായി, ഒരുങ്ങിക്കോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ? ഉസ്താദേ, കറുത്തതുണ്ടോ എന്ന് നോക്കണം. ഇപ്പം വെളുത്തിട്ട് പല മാപ്പാമാര് ഇപ്പോഴും 25കാരനാണെന്നുള്ള തോന്നല, ക്ലീൻ ഷേവ, കിളവാന്ന് വിളിച്ചാലോ അല്ലേ? ചിലര് പെയിന്റ് അടിക്കും, ചിലര് മൈലാഞ്ചി ഇടും. എന്തിനാ? വെള്ളം മറയ്ക്കാൻ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായിരിക്കുമ്പോൾ ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തി. എന്തിനെന്നറിയോ? ചിരിക്കുന്ന സമയത്ത് വന്നിട്ട് പറയണം ഉമറെ മരിക്കൂ എന്ന് പറയാൻ. ഇതാ ജോലി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വന്നിട്ട് പറയും ഉമറെ മരിക്കും കേട്ടോ. ഇങ്ങനെ പറയാൻ വേണ്ടി ജോലിക്ക് ആളെ നിർത്തി. ഒരു ദിവസം ഓനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയി, നിന്നെ പിരിച്ചു വിട്ടിരിക്കുന്നു ജോലിയിൽ നിന്ന്. അപ്പൊ ഈ ചങ്ങാതി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ പിരിച്ചു വിടുന്നേ? നീ ഒന്നും ചെയ്തില്ല. ഇനി മുതൽ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആളു വേണ്ട. ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആളു വേണ്ട. എന്റെ താടിയിലെ ഒരു രോമം നരച്ചു, ഇനി ഇത് പറയും ഞാൻ മരിക്കുമെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഉമ്മാ, മുടി നരച്ചു തുടങ്ങിയത് കൊണ്ടല്ലേ ഉമ്മാ നീ ഇപ്പൊ തലമറയ്ക്കാ തുടങ്ങിയത്? എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട്, ഉമ്മമാരോട്, ശരീരത്തിലെ ഏതെങ്കിലും ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഒരുങ്ങിക്കോ അവസാന യാത്രയ്ക്ക് വേണ്ടി, ഒരുങ്ങിക്കോ അവസാന യാത്രയ്ക്ക് വേണ്ടി. അല്ലാഹുവേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മരണമത്ര നിന്റെ അടുത്ത് കിടക്കുകയാണ്. അതാ മരണം നിന്റെ അടുത്ത് കിടക്കുകയാ. നീ കളിച്ചും ചിരിച്ചും സുഖിച്ചും ഇങ്ങനെ നടക്കുകയാണ്. കുല്ലുംബ്രിഇൻ മോ സബ്ബഹും ഫീ അഖിലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാണ്. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹത്തുക്കളപടെന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ശഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് ഒരു ഷഹീദിനെ പോലെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മരണം വേണോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുകയാ, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം നല്ല മരണം, ഞാൻ തരാം നല്ല മരണം. 5 പൈസയുടെ കഷ്ടപ്പാടില്ല, ഉറക്ക വഴിയണ്ട, ഒരു പ്രയാസവുമില്ല. അല്ലാഹു പറയുകയാണ്, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. അല്ലാഹു പറയുകയാ, 5 പൈസയുടെ കഷ്ടപ്പാടില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? ഞാൻ തരാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആരാ പറയണത്? അല്ലാഹ്. അല്ലാഹു പറയുകയാണ്, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം നല്ല മരണം. ഈ കഷ്ടപ്പാടും പൈസ ചെലവൊന്നുമില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ നിനക്ക് ഞാൻ ഈമാനുള്ള മരണം തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പൈസ കൊടുക്കണോ? വേണ്ട. കഷ്ടപ്പാടുണ്ടോ? വേണ്ട. ഉറക്ക ഒഴിയണോ? വേണ്ട. ഒന്നും വേണ്ട. അല്ലാഹ് പറയണ ഒറ്റ കാര്യം ചെയ്താ ഈമാനുള്ള മരണം കിട്ടും. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? പൈസ ചെലവൊന്നുമില്ലല്ലോ, കഷ്ടപ്പാടൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ.